ഫിഫ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഫ്രാൻസും മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനലാണ് ആദ്യം. അതിനുശേഷം മറ്റ് 6 ടീമുകളും ക്വാർട്ടർ ഫൈനലിൽ മാറ്റുരയ്ക്കും. ഇതിനിടയിൽ ഫുട്ബോളിൽ ഫൗൾ പ്ലേ നടക്കുന്നുണ്ടോ, ഫിഫയുടെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ഒരു ഫൗൾ പ്ലേ നടക്കുന്നുണ്ടോ എന്നുള്ള വലിയ ആശങ്ക, വിമർശനമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന അർജൻറ്റീന ഈജിപ്ത് മത്സരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പലരും അത്തരത്തിലുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈജിപ്തിന് പ്രതികൂലമായി പല തീരുമാനങ്ങളും റഫറി എടുത്തു എന്നുള്ളതാണ് ആക്ഷേപത്തിന് ആധാരം. ഇതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർക്ക് ഒരു കളിയിൽ ചുവപ്പ് കാർഡ് ലഭിക്കുന്നു. തൊട്ടടുത്ത കളിയിൽ അദ്ദേഹത്തിന് കളിക്കാനാവില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലക്ക്, അടുത്ത കളിയിലേക്കുള്ള വിലക്ക് റദ്ദ് ചെയ്ത്, അതും ഫിഫയുടെ ചട്ടത്തിൽ തന്നെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ, ഉപയോഗിക്കാവുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത്. എങ്കിൽ തന്നെയും അതിൽ ഫുട്ബോളിൽ രാഷ്ട്രീയം ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അർജൻറ്റീനയെ ഒരു ഭാഗത്ത് നിർത്താനുള്ള വലിയ ശ്രമം അർജൻറ്റീനയെ എതിർക്കുന്നവർ അല്ലെങ്കിൽ വെറുക്കുന്നവർ നടത്തുകയും ചെയ്യുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ, ആ കളിയിലെ ഓരോ നിമിഷങ്ങളെയും അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ, ഒരുപക്ഷെ ഫീൽഡ് റഫറിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കവും നിലനിൽക്കുന്നുണ്ട്. ദാവൂദ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ലോകമൊന്നാകെ ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ്. അതിന് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെയല്ല 48 ടീമുകൾ അണിനിരക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രാതിനിധ്യമൊക്കെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലഭിച്ചതാണ്. ഏഷ്യയിൽ നിന്നായാലും ആഫ്രിക്കയിൽ നിന്നായാലും ഒക്കെ നിരവധി രാജ്യങ്ങൾ ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും ഒന്നാം റൗണ്ട് കടന്ന് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് പല രാജ്യങ്ങൾക്കും, ഈ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പല താരങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. നമുക്കറിയാം ഫുട്ബോളിൽ ക്ലബ് ഫുട്ബോളിലൊക്കെ പലപ്പോഴും വംശീയ അധിക്ഷേപമൊക്കെ ഒരുപാട് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഫിഫ തന്നെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ കാര്യമുണ്ടോ? അല്ല, ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പരാതികൾ സ്വാഭാവികമായിട്ടുമുണ്ട്. അതെന്ന് വെച്ചാൽ നോഫൽ പറഞ്ഞ ഓരോ വംശീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ കളിയുടെ ഓരോ അടരുകളിലും സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഫിഫ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ആ ഫിഫ നടത്തുന്ന പരിപാടിയിലാണ് ഒരു സൊമാലിയൻ ഫിഫ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സൊമാലിയൻ റഫറിക്ക് അവിടെ വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത്. ഫിഫയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറാൻ കളിക്കാർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, വേറെ ഒരു സെനഗലീസ് ടീം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ഇതിനകത്തൊക്കെ കയ്യും കെട്ടി നിൽക്കുക എന്നുള്ളതല്ലാതെ ഫിഫയ്ക്ക് ഒരു റോൾ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിമർശനം അവരർഹിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ അർജൻറ്റൈൻ ഈജിപ്ഷ്യൻ മാച്ച് വലിയ വിവാദമാവുന്നത്. അതിലെ ആമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അർജൻറ്റൈൻ ഈജിപ്ഷ്യൻ മാച്ചുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അർജൻറ്റീനയെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അർജൻറ്റീനൻ ടീമിനെയോ അല്ലെങ്കിൽ അതിലെ കളിക്കാരെയോ അതിൻ്റെ ക്യാപ്റ്റനെയോ മെസ്സിയെയോ അല്ലെങ്കിൽ അവർ നേടിയ ഗോളുകളെയോ ആരും ഡീഗ്രേഡ് ചെയ്യുകയോ അവരുടെ കളി മോശമായെന്നോ അവരുടെ പെർഫോമൻസ് തല്ലിപ്പൊളിയായിരുന്നോ അവർ വിജയത്തിന് അർഹരല്ല എന്നോ അഭിപ്രായമല്ല അതിനകത്തുള്ളത്. അല്ല, അത് ഞാൻ പറയാം, ഫിഫയും ചേർന്നുള്ള കളിയാണെന്നുള്ള രൂപത്തിലാണ് വലിയ ഓക്കെ ഞാൻ പറഞ്ഞത്. അതിലൊരു എന്താണ് ഒരു ക്വാളിറ്റി ക്രിറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഫോക്കൽ പോയിൻ്റ് എന്താണ്, ഈ ഫൗള് ഈജിപ്തിൻ്റെ മൂന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത് അടിച്ച ഗോൾ, സീക്കോയുടെ ഗോൾ, അത് ഡിസാലവ് ചെയ്തു. അതിൻ്റെ ന്യായം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ്, ഈ അത്തിയയുടെ ഫൗളാണ്. അപ്പോൾ ആ ഫൗളിനും എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഗോൾ അടി. എത്ര 3 മിനിറ്റ് 4 നടത്തിട്ടില്ല. അതായത് ഈജിപ്ത് അടിച്ച രണ്ടാമത്തെ ഗോൾ അർജന്റീൻ പെനാൽറ്റി ബോക്സിന് അടുത്ത് വെച്ചാണല്ലോ ആ ഫൗൾ ഉണ്ടായെന്ന് പറയുന്നത്. അല്ല, ഈജിപ്ഷ്യൻ പെനാൽറ്റി ബോക്സിന് അടുത്ത് വെച്ച്. എന്നിട്ട് എത്രയാലും ഗോൾ അത്രയും ദൂരം സഞ്ചരിച്ചെത്തിയിട്ടുണ്ടല്ലോ. ആ ഗോൾ അടിച്ചതിന് ശേഷമാണ് വാർ പരിശോധിക്കുന്നു, ഇത് ഡിസലവ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പേരിൽ അതൊരു ഫൗളായി പരിഗണിക്കുകയും അതിൻ്റെ പേരിൽ ആ ഗോൾ ഡിസലവ് ചെയ്യുകയാണെങ്കിൽ സമാനമായ ഫൗൾ തന്നെയാണ് സലാഹയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പക്ഷേ റഫറി പരിഗണിച്ചില്ല. ഇത് രണ്ടും തമ്മിലുള്ളൊരു പ്രശ്നമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത്
എന്താണ് സാമാന്യമായിട്ട് ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യം അതൊരു ഒരു ഒരു ഫൗൾ എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു കോണ്ടാക്റ്റായിട്ട് അത് പരിഗണിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ആർക്കും മനസ്സിലാവുക. ഇനി അഥവാ അത് പരിഗണിക്കുകയാണെങ്കിൽ, അങ്ങനെ ഫൗളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ സലാഹിന് നേർക്കുണ്ടായുള്ളതും അങ്ങനെ പരിഗണിക്കണമായിരുന്നു. ആ ഗോളും ഡിസലവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ നിലക്ക് എന്താണ് റഫറി പക്ഷപാതപരമായി പെരുമാറി, അല്ലെ അർജൻറ്റീനയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ള ഒരു പരാതി, ആ വിമർശനം സാധുവാണ്, നിശ്ചയമായിട്ടും സാധുവാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ആ ഡിബേറ്റ് നൗഫൽ പറഞ്ഞതുപോലെ പല സ്വഭാവത്തിൽ അത് വികസിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടി പറയണോ? അതായത് ഇതേ ഒരവസ്ഥ നേരത്തെ 2020 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനയും പരാഗ്വയും തമ്മിലുള്ള മത്സരത്തിൽ ഇതേ ഒരവസ്ഥ മെസ്സി അടിച്ച ഗോളിൽ ഉണ്ടായിട്ടുണ്ട്. മെസ്സി ഗോൾ പോയി അടിച്ചു കഴിഞ്ഞതിന് ശേഷം വാർ അത് റിവ്യൂ ചെയ്യുന്നു, ഗോൾ ഡിസലവ് ചെയ്യുന്നു. അതായത് ഒരു ബോൾ തുടങ്ങിയെടുത്തുനിന്ന് അവസാനിക്കുന്ന വരെയുള്ള എല്ലാ ഭാഗവും വാർ റൂമിൽ വെച്ച് അത് പരിശോധിക്കും. അപ്പോൾ അവിടെയാണ് ഇത് ആദ്യം റിവ്യൂ ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഇയാളുടെ ടോക്ക് ബാക്കിൽ ലൈൻ റഫറി, ഫീൽഡ് റഫറി ഇതിനകത്ത് ഇല്ല. ഈ കേസിൽ തന്നെ ഈജിപ്തിന്റെ ഫൗളും അർജന്റീനയുടെ ഫൗളും രണ്ടും ഈ റഫറി അനുവദിച്ചിട്ടില്ലല്ലോ. അതെ, രണ്ടും ഈ റഫറിക്ക് ആദ്യം വിസിലടിച്ചിട്ടില്ല. രണ്ടും വാറിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തത് വാറിലേക്ക് പോകുന്നില്ല. വാറിൽ നിന്ന് അവിടെ നിന്നുള്ള കമാൻഡാണ് ശരിക്കും വരിക. വാറിൽ കമാൻഡ് അതൊന്ന് പരിശോധിക്കേണ്ടതാണ്, ചെക്ക് ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ ഫീൽഡ് റഫറി യെസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് പോവുകയും അത് പരിശോധിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഫീൽഡ് റഫറി എന്തോ ചെയ്തു എന്നുള്ളതാണ് പരാതിയായിട്ട് പരാതി. പക്ഷേ യഥാർത്ഥത്തിൽ വാറാണ് ശരിക്കും അത് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടത്. വാർ റഫറി എന്ന് പറഞ്ഞാൽ വീഡിയോ അനലിസ്റ്റ് റഫറിയാണ് അത് പരിശോധിക്കുക. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അതിലൊരു ഫൗൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ വാർ റൂമിലുള്ള ആൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യു ഹാവ് ടു ചെക്ക് എന്ന് പറഞ്ഞാൽ അയാൾ ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ മറ്റേ കേസിൽ അയാളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പം അയാൾ ചെക്ക് ചെയ്യുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫീൽഡ് റഫറിയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റ് സംഭവിച്ചു, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള തിയറിയിൽ വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതേ കേസ് അർജന്റീനയ്ക്കെതിരെ മെസ്സിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമുള്ള തിയറി മാത്രമല്ല, ഇവരുടെ കോച്ച് ഒഫീഷ്യലി ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹുസാം ഹുസൈൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രതികരണമായിട്ട് കാണാം. അദ്ദേഹത്തെ ഇതിൽ റഫറി ആക്കിയത് ഞങ്ങൾ നേരത്തെ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഇന്നാളെ റഫറി ആകാൻ പറ്റില്ല എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലോജിക്കെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ ആ ഒരു സംഭവം ഇനി എൻ്റെ ഒരു പോയിന്റ് അതുമല്ലോ, മനോഹരമായൊരു ഗോളായിരുന്നു അത്. അതെ, കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ ഡിമറിയ നേടുന്നൊരു ഗോളുണ്ട്. ഇതേ ലെവലിൽ ഡെവലപ്പ് ചെയ്ത് അല്ല, ഭയങ്കരമായൊരു ഗോളായിരുന്നു, ഭയങ്കര ആഘോഷിക്കപ്പെട്ടു. ഏകദേശം അതുപോലുള്ളൊരു ഗോളായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അത് ഗോളാന്ന് ഉറപ്പിച്ചു. അപ്പം പിന്നെ ആണല്ലോ ഇതിൻ്റെ പരിശോധന വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വൈകാരികത എന്തായാലും ഉണ്ട്. വൈകാരികത ഉണ്ടാവുമല്ലോ, കാരണം ഇത് നിസ്സാര പരിപാടിയല്ല, ചില്ലറ പരിപാടിയല്ലല്ലോ. അപ്പോൾ അതിനകത്ത് എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾ ഡിസലോ അനുവദിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും അർജൻറ്റീനയ്ക്ക് ജയിക്കാം, അതുകൊണ്ട് മാത്രമാണ് അർജൻറ്റീന ജയിച്ചത് എന്ന വാദത്തിന് നടത്തില്ല. കാരണം അവസാന ഘട്ടമാകുമ്പോഴേക്കും അർജൻറ്റീന ഒരു മാസ്മരിക സ്വഭാവത്തിലാണ് കളിക്കുന്നത്. ആ 3 ഗോളും അതിഗംഭീരമായിട്ടുള്ള ഗോളാണ്. അപ്പോൾ അതിനകത്ത് പക്ഷേ അതേസമയം ഇതിൽ ഒരാൾക്ക് ഒരു സംശയം, ഒരു ആശങ്ക ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സാധുവാണ്. പക്ഷേ എഗൻ അതൊരു പ്രശ്നമായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അനുബന്ധമായിട്ട് ഫിഫയുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും വരുന്നു. ഈ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ, ഇപ്പം സെനഗലീസ് ടീമിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇദ്ദേഹം ഇടപെടുന്നില്ല, ഇൻഫാൻറ്റിനോ ഇടപെടുന്നില്ല, ഇറാനിയൻ ടീമുകൾക്കുണ്ടായ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല, സൊമാലിയൻ റഫറിക്കുണ്ടായ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ ഒരാൾക്ക് ചോപ്പ് കാട്ടിട്ട് ഇപ്പോൾ അത് നോക്കണം കേട്ടോ എന്ന് ഫോൺ വിളിച്ച് പറയുമ്പോൾ അതിനകത്ത് ഇടപെടുകയും വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ മാതിരിയുള്ള ഒരു പരിപാടിയാണ് ഈ ഫിഫ എന്ന് പറയുന്ന ഒരു ചിന്ത വലിയ തോതിലുണ്ടായി. അമേരിക്കയുടെ ഇടപെടൽ അമേരിക്കയുടെ ഇടപെടൽ മാത്രമല്ല, അമേരിക്കയുടെ തെറ്റായ ഇടപെടലുകൾക്ക് ഇവർ ഏതെങ്കിലും നിലയ്ക്ക് ചെക്ക് വിളിക്കുന്നില്ല. ഒരു ഫിഫയുടെ സ്റ്റാൻഡേർഡ്സിന് തന്നെ നിരക്കാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ യാതൊരു ഇടപെടലുണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഫിഫ ഇതിനകത്തും ഇടപെട്ടു. അതിലേക്കാൻ വരുന്ന കാര്യം മെസ്സി പുറത്തു പോകുന്നു, അർജൻറ്റീന പുറത്തു പോകുന്നെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളിയുടെ വ്യൂവർഷിപ്പിനെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അർജൻറ്റീനയെ ജയിപ്പിക്കുക എന്നുള്ളത് ഫിഫയുടെ ഒരു ട്രേഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആ നിലക്കുള്ള ഒരു സംഗതിയാണ് ഇതിനകത്ത് നടന്നത് എന്ന വാദം ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ സബ്സ്റ്റാൻഷ്യേറ്റ് പറ്റില്ല. ഈ പറഞ്ഞ ഗോളിനെക്കുറിച്ച് അതല്ല ഡിസലോ ചെയ്തതിനെക്കുറിച്ച് തന്നെ പലർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് സാധ്യതയുണ്ട്. പക്ഷേ
ഈ വ്യാഖ്യാനങ്ങൾക്കും ഈ കൺസ്പിറസി തിയറിക്കൊക്കെ സാധുത ഉണ്ടാക്കുന്ന സമീപനം ഫിഫയുടെ മൊത്തത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതാണ് അതിനെ പ്രശ്നമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാര്യം പറയാം. അപ്പോൾ മെസ്സി മാത്രമല്ലോ ബ്രാൻഡ്, ഇത്തവണത്തെ സത്യത്തിൽ ബ്രാൻഡ് സലാം ബ്രാൻഡാണ്. റൊണാൾഡോ ആയിരുന്നു ഏറ്റവും കൂടുതൽ. റൊണാൾഡോ ഇത്തവണ അയാളുടെ വിരമിക്കൽ മത്സരം, അയാൾക്കൊരു കപ്പ്, അയാൾ 1000 ഗോൾ എന്നുള്ള വലിയൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഫിഫ അതിൻ്റെ ബ്രാൻഡ് വാല്യൂവും അതിൻ്റെ കൊമേഴ്സ്യൽ ആസ്പെക്റ്റും മാത്രമാണ് നോക്കുന്നതെങ്കിൽ മെസ്സിയെ മാത്രം നിലനിർത്തിയാൽ പോരാ, നെയ്മറേയും റൊണാൾഡോയും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ പ്രശ്നം. എന്ന് മാത്രമല്ല അതിൽ വേറെയും ചോദ്യമുണ്ട്. ഇപ്പം മെസ്സി ഉള്ളത് കൊണ്ട് മെസ്സി ഓക്കെ അർജൻറ്റീനയും മെസ്സിയും കയറി പോകുന്നു, ഫൈനൽ വരെ എത്തുന്നു. അതുകൊണ്ട് മാത്രമാണ് വ്യൂസ് നിൽക്കുന്നത് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. പുതിയ പ്ലേയേഴ്സ് വരുന്നു, പുതിയ ആക്ടേഴ്സ്. ഹാലൻഡ് വരുന്നു. സല ചില്ലറക്കാരനാണോ? സല ഇതേപോലെ തന്നെ ബ്രാൻഡ് വാല്യൂ ഉള്ള ആളല്ലേ, വ്യൂഷിപ്പ് ആളല്ലേ. മൊറോക്കോ എന്ന് മാത്രമേ സല ഉണ്ടെന്ന് വിചാരിക്കുക, സെമി വരെ സല ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല ഈജിപ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു വലിയൊരു പോപ്പുലേഷൻ, ഐ മീൻ വലിയ തോതിൽ വ്യൂവർഷിപ്പ് വേറെ നിലയ്ക്ക് വരില്ലേ. അതുകൊണ്ട് മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അർജൻറ്റീന ഉള്ളത് കൊണ്ട് മാത്രമാണ് വ്യൂവർഷിപ്പ് ഉണ്ടാവുക എന്ന വാദമാണ്. അത്ര ബലമുള്ള വാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത് ഉയർന്നൊരു വാദമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ട്രാക്ഷൻ കിട്ടുന്ന എന്താണ് കാരണം? ഫിഫ ഇങ്ങനെയൊക്കെ കളിക്കണ ഒരു ഏർപ്പാടാണ് എന്നൊരു ചിന്ത ഇത്തവണ വളരെ അധികം വന്നിട്ടുണ്ട്. അതൊരിക്കലും ഇല്ല എന്നുള്ളതല്ല, ഇത്തവണ അത് വളരെ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ കളിയും ഈ പറയുന്ന ഇത് ഡിസാലവ് ചെയ്ത സംഭവവും അതിന് അടിവരയിടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധമായിട്ടുള്ള പലതരം ഡിബേറ്റുകൾ വരും. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഏറ്റെടുക്കുന്നു, പലതരത്തിൽ വേറെ പ്ലെയേഴ്സ് ഏറ്റെടുക്കുന്നു, റിട്ടയർ ചെയ്ത പ്ലെയേഴ്സ് ഏറ്റെടുക്കുന്നു, കോച്ചുമാർ ഏറ്റെടുക്കുന്നു. ഈവൻ മംദാനി വരെ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അവർ കൊള്ളയടിക്കപ്പെട്ടതാണ്, ഒരു സ്റ്റോളൻ വേർഡ്, റോബ്ഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ ചർച്ച അവിടെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇപ്പോൾ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് അർജൻറ്റീന ഒരു പ്രോ ഇസ്രായേൽ സമീപനം സ്വീകരിച്ച ഒരു രാജ്യമാണ്. പ്രോ ഇസ്രായേൽ സമീപനം സ്വീകരിച്ച ടീമല്ല കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ടീം എന്നുള്ള നമ്മൾ പറയുകയാണെങ്കിൽ അപ്പുറത്ത് ബ്രസീലിൻ്റെ നെയ്മർ വളരെ പരസ്യമായി അവിടുത്തെ വലതുപക്ഷ നേതാവ് ബോൾസനാനോയ്ക്ക് വേണ്ടിയിട്ട് ബോൾസനാനോൻ്റെ ഏറ്റവും വലിയ ലോയലിസ്റ്റ് എന്ന ഒരാളാണ്. അർജൻറ്റീനൻ അവിടുത്തെ പുതിയ പ്രസിഡൻറ്റ് എന്നാണ് ഒരു ട്രംപിനെ പോലെ തന്നെ ഒരു അരക്കിറുക്കൻ ഹെവിയർ മില്ലി എന്ന് പറയുന്ന കക്ഷി അർജൻറ്റീനയുടെ. അയാൾ പിന്നെ എന്താണ് സ്വയം ജൂതനാകാൻ ആഗ്രഹിക്കുന്ന, ഇസ്രായേലിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു മനുഷ്യനാണ്. ഇസ്രായേലിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അർജൻറ്റൈൻ ടീം അങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്, അവിടുത്തെ കളിക്കാർ അങ്ങനെയാണെന്ന അഭിപ്രായം ഒരർത്ഥമില്ല. ഇനി അതാണ് ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ അതേ സാധനം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സിസിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗസയിലെ മനുഷ്യർ ഇങ്ങനെ അലമ്പിൽപ്പെടുന്നതിന് ഒരു കാരണം ഇസ്രായേൽ ആണെങ്കിൽ അതേപോലെ കാരണക്കാരനാണ് ഈ സിസി. ഈ ഗസയെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരാളാരാണ്? അത് സിസി അല്ലേ. റഫ അതിർത്തി അങ്ങേരുടെ സോവറിറ്റി, അങ്ങേരുടെ അതിർത്തിയുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈജിപ്ത് എന്തോ പൊളിറ്റിക്കലി ഭയങ്കര സംഭവം, പലസ്റ്റൈൻ അർജൻറ്റീനൻ മെസ്സിയും ടീമും അവർ അതിലൊന്നും അറിയില്ല. ഓഫ് കോഴ്സ് അർജൻറ്റീൻ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഈവൻസ് ചില ഘട്ടങ്ങളിൽ കളിക്കാരുടെ ഭാഗത്ത് നിന്ന് വംശീയമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർജൻറ്റീനൻ ഗാലറിയിൽ നിന്ന് ആ സ്വഭാവത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. മൊത്തത്തിലൊരു വംശീയ മനോഭാവം പല സന്ദർഭങ്ങളായിട്ട് കാണിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗസ പ്രൊട്ടസ്റ്റ് ഇൻ ബ്യൂണസ് അയേഴ്സ് എന്ന് കിട്ടുമ്പോൾ ഒരു 100 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവും, സ്വാഭാവികം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് പക്ഷേ ഇതൊക്കെ ആളുകൾ പരസ്പരം കൂട്ടിക്കലർത്തി അതിനകത്തൊരു തിയറി ഉണ്ടാക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ അതിനൊക്കെ സാധൂകരിക്കുന്ന ഒരു സംഗതി ഞാൻ പറയുന്നത്, ഇതിലെല്ലാം ഞങ്ങൾ ക്ലീനാണ് എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഫിഫ ഇല്ല. ഫിഫ എന്തൊക്കെയോ കളി ഇതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് എന്ന തോന്നൽ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വലിയ ട്രാക്ഷൻ കിട്ടുന്നത്. അജിംസ് എന്താണ് കാര്യത്തിൽ അജിംസിൻ്റെ അല്ല, ഇതിൽ ഈ 3 വിഷയങ്ങളെ 3ആയിട്ട് തന്നെ കാണുന്ന അഭിപ്രായം. അതായത് ഇത് 3 ഒരുമിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ ഫുട്ബോൾ കളി കാണാൻ നിർത്തും. ഞാൻ ക്രിക്കറ്റ് കളി കാണാൻ നിർത്തിയത് എങ്ങനെയാണെന്ന് അറിയാം. അസറുദ്ദീനും ഹാൻസി ക്രോണിയും കോഴ വാങ്ങിയെന്നാണ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുന്ന അത്ര നമ്മൾ നിരാശരായി പൊട്ടിക്കരഞ്ഞു പോയൊരവസ്ഥയാണ്. കളി കാണലേ നിർത്തി കളഞ്ഞു. ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അത് തന്നെ പ്രശ്നം. ഇപ്പോൾ ഫിഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എല്ലാ കാലത്തും ബിസിനസ് ടീമാണ്. അവർ പ്രധാനപ്പെട്ട ലക്ഷ്യം ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഭരണകൂടങ്ങളോട് കീഴ്വഴങ്ങുന്നു. ഇപ്പോൾ അമേരിക്കയിൽ അവർ ചെയ്തതുപോലെ മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിന് മുമ്പും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, ഇനി സൗദിയിൽ നടക്കുമ്പോൾ കണ്ടോ ആരോപണങ്ങളുടെ പെരുമഴ വരും. അപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ വെന്യൂ ആവുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ധാരാളം വിമർശനം ഉണ്ടാവും. അതിനോട് ഫിഫ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, ചിലത് കീഴടങ്ങും. അവരുടെ ലക്ഷ്യം ബിസിനസ്സാണ്.
അപ്പോൾ മെസ്സിയും റൊണാൾഡോയും പുറത്തു പോകുന്നു, ഫിഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും ബിസിനസ് നടക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷേ കളിയിൽ എന്താണ്, കളിയിൽ ഇവരൊക്കെ പുറത്തു പോയേക്കാം. ഇതിനു മുമ്പ് മെസ്സിയുടെ ടീമും റൊണാൾഡോ ടീമും ഒക്കെ പുറത്തു പോയിട്ടില്ലേ? എത്രയോ തവണ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മാത്രമാണല്ലോ മെസ്സിക്ക് കപ്പ് കിട്ടിയത്. അപ്പോൾ അതിൽ ഇവർ ഗൂഢാലോചന നടത്തുന്നതൊക്കെ ആരോപിക്കുന്നത് കുറച്ച് കടന്ന കൈയാണ്. അവരത് ആഗ്രഹിക്കുന്നുണ്ടാകാം, അവർ ഭരണകൂടങ്ങളുടെ നയങ്ങളോട് പോളിസികളോട് കീഴ്വഴങ്ങുന്നുണ്ടാകും, ട്രംപിന് അവാർഡ് കൊടുക്കുന്നുണ്ടാകും, ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിനുവേണ്ടി അവർ വലിയൊരു കോൺസ്പിറസി നടത്തി ടീമുകളെ പുറത്താക്കുന്നു, തോപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അതിവായനയാണ്. രണ്ടാമത്തെ കാര്യം, ഈ അർജൻറ്റീന ഈജിപ്റ്റ് കളിയിൽ ഒരു മോശം റഫറിങ് നടന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ റഫറിങ് മോശമായിരുന്നു. റഫറിങ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവാണ് എപ്പോഴും. ഇപ്പോൾ VAR ഉണ്ട് എന്ന് കരുതുക. VAR എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് മാത്രമാണല്ലോ. ഒരു റഫറിങ്ങിന് ടെക്നിക്കലി അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയും തീരുമാനം എടുക്കുന്ന ആരാണ്? റഫറിയാണ്. അപ്പോൾ റഫറിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഡിസിഷനിൽ പോരായ്മകളുണ്ടാവും. അവിടെ ഒരു മോശം റഫറിങ് തന്നെയായിരുന്നു. ഞാൻ ആ കളിയിൽ ഗോൾ അനുവദിക്കാത്തോ ഗോൾ അനുവദിച്ചോ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ. ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ കണ്ട കളിയാണത്. ആ കളിയിൽ ഈ ഹുസാം ഹുസൈൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ഈ ഒരു ജസ്റ്റർ കാണിക്കുന്നുണ്ട്. അത് ആൻറ്റി റേസിൻ ജസ്റ്ററാണ്. അതായത് ഒരു ഗാലറിയിലോ കളിക്കിടയിലോ എന്തെങ്കിലും തരത്തിലുള്ള വംശാധിക്ഷേപം ഉണ്ടായാൽ കളിക്കാർക്കോ കോച്ചിനോ ടീം ഒഫീഷ്യൽസിനോ ആ ജസ്റ്റർ കാണിക്കാം. അപ്പോൾ അവിടെ റഫറി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കളി നിർത്തിവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഫിഫയുടെ പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച് കളി അവിടെ നിർത്തിവെക്കണം. വീണ്ടും അത് ഗാലറിയിൽ നിന്ന് ആവർത്തിക്കുകയോ പരാതി ചെയ്താൽ കളി ഉപേക്ഷിക്കണം എന്നാണ് ഫിഫയുടെ പ്രോട്ടോകോൾ. അവിടെ ഇയാൾക്ക് മഞ്ഞക്കാർഡ് കാണിക്കുകയാണ് ചെയ്ത് റഫറി. ഇങ്ങനെ കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഈ റഫറി പോയിട്ട് ഈ ഹുസാം ഹുസൈൻ മഞ്ഞക്കാർഡ് കാണിച്ചു. അതെന്തിനായിരുന്നു? അത് അതിലെ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ റഫറി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഈ ഗോളിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ജസ്റ്റ് കാണിച്ചത്, അയാൾ തെറ്റായി ധരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തെറ്റായി ധരിക്കുന്നത് പോലും എന്തുകൊണ്ടാണ്? അത് ഈ ജസ്റ്റർ എന്ന് പറയുന്നത് ഗാലറിയിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. അർജൻറ്റീൻ ഫാൻസ് ഈ ഒഫീഷ്യൽസിനെ അവർ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷേ അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വാർത്ത ചെയ്ത് അറിഞ്ഞിട്ടില്ല. ഒഫീഷ്യൽസിനെ അധിക്ഷേപിച്ചു. ഐഷോ സ്പീഡിനെതിരായിട്ടുള്ള പ്രശ്നമുണ്ടായി. ഈ കേപ്പ് വെർദെ എന്ന് പറഞ്ഞ ടീമിനെതിരെ അധിക്ഷേപം ഉണ്ടായി അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന്. ഈജിപ്തിനെതിരെ മാത്രമല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അല്ലാണ്ട് അയാൾ ഈ ഗോൾ അനുവദിക്കാതിരുന്നത് ഒരു വംശീയ വിവേചനമാണെന്നുള്ള അർത്ഥത്തിലല്ല അയാളത് കാണിക്കുന്നത്. ഈ വിഷയം ഇവിടെ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇയാളിത് പറയുകയാണ്. അത് പറയണമായിരുന്നു വേണ്ടത് നമുക്ക് വേറെ കാര്യം. പക്ഷേ ഇയാൾക്ക് മഞ്ഞക്കാർഡ് കാണിക്കുകയാണ് ഈ റഫറി ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ കാര്യം, ഇത് മൊത്തത്തിൽ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു എന്താണ്, മെസ്സിക്കൊരു ഗോൾ പദ്ധതി പോലുള്ള ഒരു കോൺസ്പിറസി തിയറിയാണെന്നുള്ള മെസ്സിക്കൊരു കപ്പ്, അത് തെറ്റായൊരു വായനയാണ്. അതങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതിനെല്ലാം നമ്മൾ കൂട്ടി വായിക്കരുത്. ഇതിനെല്ലാം കൂട്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളി കാണാൻ തോന്നില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി മറ്റൊന്ന്, ഈ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, അതായത് ആ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, അവരുടെ അന്താരാഷ്ട്ര രാഷ്ട്രീയങ്ങളുടെ നിലപാടൊക്കെ വെച്ചിട്ട് ഒരു ഫുട്ബോൾ ടീമിനെ വിലയിരുത്തുന്നത് വളരെ മോശം പ്രവണതയാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും രാഷ്ട്രീയത്തെ ഈ സ്പോർട്സുമായിട്ട് കൂട്ടിയണക്കരുത്. സ്പോർട്സിന് രാഷ്ട്രീയം ഇല്ലയെന്നൊന്നും അല്ല പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം അവർ ഇസ്രായേലിനെ പിന്തുണച്ചു അല്ലെങ്കിൽ ഇസ്രായേലിനെതിരാണ്, എന്തുകൊണ്ട് ആ ടീം നല്ലത് ആ ടീം മോശം എന്ന് പറയുന്നത് സ്പോർട്സിനെ ചുരുക്കി കാണിക്കുകയാണ്. സ്പോർട്സിനെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കി കെട്ടുകയാണ് ചെയ്യുന്നത്. അത്തരം ഭയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് മെസ്സി മോശം, അർജൻറ്റീന ടീം മോശം. അതിന് ബദലായിട്ട് തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. വാട്സപ്പിലാണ് ധാരാളം പ്രവചിക്കുന്നത്. റൊണാൾഡോ ഗസയ്ക്ക് വേണ്ടി $ഇത്ര ബില്യൺ ചിലവഴിച്ചു, റൊണാൾഡോ ഫലസ്തീൻ സപ്പോർട്ടറാണ്. എവിടെ ഇതൊക്കെ എന്താണ് തെളിവ്? ഇതൊന്നുമില്ല, വെറുതെ കെട്ടിച്ചമക്കുകയാണ്. റൊണാൾഡോയ്ക്ക് വേണ്ടി വേറെ സാഹിത്യം രചിക്കുന്നു, മെസ്സി അധിക്ഷേപിച്ചുകൊണ്ട് സാഹിത്യം വരുന്നു. അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പ്രോ ഇസ്രായേൽ ആയതിന് ഒറ്റ കാരണമുള്ളൂ. അടുത്ത ഹാവിയർ മിലെ എന്ന് പറയുന്ന പ്രസിഡന്റ് വലതുപക്ഷക്കാരനാണ് എന്ന് കരുതി അർജൻറ്റീനയിലെ ആളുകൾ മുഴുവൻ ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് ആണെന്ന് അർത്ഥമില്ല. ഇനി ഇപ്പോൾ ഗാലറിയിൽ ഉണ്ടായിട്ടുള്ള വംശാധിക്ഷേപം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 12 വർഷം ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ മാറ്റം, പോളറൈസേഷൻ, അത് നമുക്കറിയാലോ. സമാനമായി ഇതിന് അർജൻറ്റീനയിലുണ്ടാവും. അർജൻറ്റീനയിൽ ഒരു വലതുപക്ഷം ശക്തി പ്രാപിക്കുകയും ഇത്തരത്തിലുള്ള റേസിസ്റ്റ് മനോഭാവം ജനങ്ങൾ വളരുകയും ചെയ്യും. അവിടെ ഉണ്ടാവുമല്ലോ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ അർജൻറ്റീനൻ ഫാൻസ് വളരെ റൂഡായിട്ട് പെരുമാറുന്നതോ? റേസിസം കഴിഞ്ഞ ആഹ്ലാദ പ്രകടനത്തിൽ ഞാൻ പറയുന്നത് ഒരുപാട് മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ മറഡോണയുടെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവരുടെ സ്വീകരണ യാത്രയിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു. ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചിട്ട് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിലെത്തി. ഇന്ത്യയുടെ ഗാലറി എങ്ങനെയായിരിക്കും ഒന്നാലോചിച്ചു നോക്കാം. ജയ് ശ്രീരാമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെ കാണുകയും സ്പോർട്സിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണമെന്നാണ് എൻ്റെ അതിശക്തമായ അഭിപ്രായം.
ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈവൻ കേരളത്തിൽ പോലും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് കോൺസ്പിരസി തിയറി രചിക്കുക. ഈ നൗഫൽ എന്താ വീണ സൈറസിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നു, അതിൻ്റെ വാർത്ത വായിച്ചു തന്നല്ലോ. പക്ഷെ കൈറോയിൽ അങ്ങനെ നടന്നതിൻ്റെ വാർത്ത കാണില്ല കേട്ടോ. നടന്നതിൻ്റെ എല്ലാവരും അകത്തായിരിക്കും. ഓക്കെ, ഏതായാലും തൽക്കാലം പൊളിറ്റിക്സൊക്കെ മാറ്റി വെച്ച് കളി കാണുക. കാരണം ഇത്തവണ ഒരുപാട് രാജ്യങ്ങളൊക്കെ പങ്കെടുത്തൊരു വേൾഡ് കപ്പാണ്. അതിൻ്റെ വീറും വാശിയൊക്കെ നമ്മൾ കണ്ടു. നല്ല ടീമുകളൊക്കെ പലരും പെട്ടെന്ന് പുറത്തുപോയി. പുതുതായി വന്ന ടീമുകൾ നന്നായി പ്രകടനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല ടീമുകൾക്കും, ഇപ്പം സെനഗൽ, ഈജിപ്ത് തുടങ്ങിയ പല ടീമുകൾക്കും തുടക്കം നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിലും കളിയുടെ അവസാന നിമിഷമാകുമ്പോഴേക്കും കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് കാൽവിട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം സെനഗൽ തോറ്റ കളി, ഇപ്പം ഈജിപ്ത് തോറ്റ കളി, ജപ്പാൻ ബ്രസീലിനോട് തോറ്റത്, അവസാനം വരെ പിടിച്ചെന്ന് തോറ്റത്, അങ്ങനെ വേൾഡ് ക്ലാസ് ടീമുകളോട് അങ്ങനെ 90 മിനിറ്റ് പൊരുതി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും ഈ ടീമുകൾക്കുണ്ട്. അത് അവരുടെ കളി നിലവാരത്തിൻ്റെ എന്താ പറയുക അവസ്ഥയാണ് കാണിക്കുന്നത്. ഏതായാലും ടീമുകൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇനിയുള്ള ടീമുകളുടെ മത്സരങ്ങളും വളരെ എന്താ പറയുക വിശാല മനസ്കതയോടുകൂടി എല്ലാവരും കാണുക, കളി ആസ്വദിക്കുക.